ഹായ്, എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മുൻ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതൊരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും നമ്മളിത് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഓരോ ക്ലാസ്സിലും, അതായത് ഇനി വരുന്ന ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ ചോദ്യവും ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളുമായിരിക്കും നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാൻ പറ്റും. കൂടാതെ തന്നെ ഇത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ആ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടാൻ പോകുന്നത് നിങ്ങൾ PSC പരീക്ഷ എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ PSC പരീക്ഷയുടെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, അതുപോലെ തന്നെ LSGS പോലുള്ള കുറച്ച് വൈവിധ്യമേറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. കണ്ടതിന് ശേഷം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായിട്ട് നമ്മളോട് അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. നമുക്ക് താഴെ 3 പെയറുകൾ തന്നിട്ടുണ്ട്, 3 ജോഡികൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ജോഡികള്, ഒരു ജോഡി എന്ന് പറയുന്നത്, ഓരോ ജോഡി എന്ന് പറയുന്നത് ഒരു പോർട്ടും ആ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പീസ് ഓഫ് ഇൻഫർമേഷനുമാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഒന്നാമത്തെ ജോഡിയിൽ പറഞ്ഞിരിക്കുന്ന കാമരാജർ പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. കാമരാജർ പോർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ രജിസ്റ്റേർഡ് ആസ് എ കമ്പനി. ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ മേജർ പോർട്ടാണ് കാമരാജർ പോർട്ട് എന്നാണ് ഒന്നാമത്തെ ജോഡി പറയുന്നത്. രണ്ടാമത്തെ ജോഡിയിൽ കൊടുത്തിരിക്കുന്നത് മുന്ദ്ര പോർട്ട്. അതിനെ കുറിച്ചുള്ള വിവരം എന്ന് പറയുന്നത് ലാർജസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയില് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ പോർട്ടാണ് മുന്ദ്ര പോർട്ട് എന്നാണ് രണ്ടാമത്തെ ജോഡി പറയുന്നത്. മൂന്നാമത്തെ ജോഡി പറയുന്നത് വിശാഖപട്ടണം പോർട്ടിനെ കുറിച്ചാണ്. കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ് വിശാഖപട്ടണം പോർട്ട് എന്നാണ് മൂന്നാമത്തെ ജോഡിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഹൗ മെനി ഓഫ് ദ പെയേഴ്സ്, ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ എത്ര പെയറുകൾ, ഏത് പെയറാണെന്നല്ല, എത്ര പെയറുകൾ ശരിയായിട്ടുണ്ട്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ്: only one pair, ഒരെണ്ണം, ഇതിനകത്തിൽ ഒരു പെയർ മാത്രം ശരിയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ A മാർക്ക് ചെയ്യാം. ഇതിനകത്തിൽ 2 എണ്ണം ശരിയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ B മാർക്ക് ചെയ്യാം. എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സിയും, നൺ ഓഫ് ദ പേഴ്സ്, മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു പെയർ പോലും ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നൺ ഓഫ് ദ പേഴ്സ് C നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ഈ അനുബന്ധ വിവരങ്ങളൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് ഇനി ഈ ചോദ്യത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് പോർട്ട് എന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് പോർട്ട്? A port is a docking place for ships on the coast of ocean, river or lake. അതായത് പോർട്ട് എന്ന് പറയുന്നത് ഒരു ഷിപ്പിന് ഡോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഷിപ്പ് തീരമണയുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഷിപ്പ് വന്നടുക്കുന്ന സ്ഥലം, ഒരു കപ്പൽ വന്നടുക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോർട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്കൊരു സമുദ്ര തീരമാകാം, അല്ലെങ്കിൽ നദീതീരമാകാം, അല്ലെങ്കിൽ ഒരു തടാകത്തിന്റെ തീരവുമാകാം. ഓക്കെ, അപ്പൊ പോർട്ട് എവിടെയൊക്കെ വരാം? ഓഷ്യനിൽ വരാം, സമുദ്രത്തിൽ വരാം, അത് നദിയിൽ വരാം, ഒരു തടാകത്തിലാകാം. ഓക്കെ, അതുപോലെ തന്നെ a ship docks at port to load and unload their cargo and passengers. എന്തിനാണ് ഈ ഷിപ്പ് വന്നടുക്കുന്നത്, തീരത്ത് വന്നടുക്കുന്നത്? പല ആവശ്യങ്ങളാണ്. ഒന്നുകിൽ അവർ യാത്രികരെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും, അതുപോലെ ചരക്കുകൾ, സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും ഈ പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് പോർട്ട് എന്താന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാം. പോർട്ട് ഇൻ ഇന്ത്യ ആർ ക്ലാസിഫൈഡ് ആസ് മേജർ പോർട്ട് ആൻഡ് മൈനർ പോർട്ട്. അതായത് നമ്മൾ ഇതിനെ മേജർ പോർട്ട് എന്നും മൈനർ പോർട്ട് എന്നും നമ്മൾ ഇന്ത്യയിലെ പോർട്ടുകളെ തരംതിരിച്ചിട്ടുണ്ട്. മേജർ പോർട്ട്, മൈനർ പോർട്ട്. Okay, according to the jurisdiction of the central and state government as defined under the Indian Port Act 1908. Okay, 1908 ഇന്ത്യൻ പോർട്ട് ആക്ട് അനുസരിച്ചിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ വരുന്നത്.
ഓക്കെ, അപ്പം ഒരു പോർട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ജൂറിസ്ഡിക്ഷനിലാണോ വരുന്നത് അതോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജൂറിസ്ഡിക്ഷനിലാണോ വരുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്ന പോർട്ടുകളെ. ഓക്കെ, മേജർ പോർട്ട് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് മൈനർ പോർട്ട് ആർ ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പം നമുക്ക് പേര് മനസ്സിലാക്കാം. മേജർ പോർട്ട്, മേജർ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ മീനിങ് നമുക്കറിയാം. അപ്പോൾ മേജർ പോർട്ടിനെ മാനേജ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. മൈനർ പോർട്ടിനെ മാനേജ് ചെയ്യുന്ന ആരാണ്? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇതൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് ആക്ട് ആണ്? ഇന്ത്യൻ പോർട്ട് ആക്ട് 1908. അപ്പം അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് വേറെ കാര്യം നോക്കാം. മേജർ പോർട്ട് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പം മേജർ പോർട്ടുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂണിയൻ ലിസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യൻ പോർട്സ് ആർ ലൊക്കേറ്റഡ് ഇൻ 9 കോസ്റ്റൽ സ്റ്റേറ്റ്സ്. അപ്പം ഇന്ത്യയിലെ മേജർ പോർട്ടുകൾ എല്ലാം നമുക്ക് ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് 9 തീരദേശ സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. നിങ്ങളൊന്ന് നോക്കുക, മാപ്പ് ഒന്ന് എല്ലാവരും മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. അപ്പൊ നമുക്കറിയാൻ പറ്റും കേരളം ഒരു തീരദേശമാണ് അല്ലെ. നമ്മള് കർണാടക ഉണ്ട്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആൻഡ് ഗോവ. ഇത്രയും 9 സ്റ്റേറ്റുകളിലായിട്ട് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇന്ത്യയിലെ പോർട്ടുകൾ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പോർട്ടുകൾ ഏതൊക്കെയാണെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഓക്കെ, അപ്പൊ നോക്ക്, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റുകളെല്ലാം ഉണ്ടല്ലേ. തമിഴ്നാട്, ഈ 2 തമിഴ്നാട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, തമിഴ്നാട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോസ്റ്റൽ തീരദേശമാണ് അല്ലെ. അപ്പൊ ഈ തമിഴ്നാട് എന്ന് പറഞ്ഞ സ്റ്റേറ്റില് അതിന് 3 പോർട്ടുകളാണ് ഉള്ളത്. അത് 3ഉം ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ്, ഈസ്റ്റേൺ കോസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ചെന്നൈ, എണ്ണൂർ ആൻഡ് തൂത്തിക്കോറിൻ, അല്ലെങ്കിൽ നമ്മളതിനെ തൂത്തുക്കുടി എന്ന് പറയും. അങ്ങനെ 3 പോർട്ടുകൾ എവിടെയുണ്ട്? തമിഴ്നാട്ടിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു പോർട്ടുണ്ട്, അതെവിടെയാണ്? കൊച്ചിൻ പോർട്ടാണ്. കർണാടകയില് ഒരെണ്ണമുണ്ട്, അത് മംഗലാപുരം അല്ലെങ്കിൽ മാംഗ്ലൂർ. ഗോവയില് മർമഗോവ. മഹാരാഷ്ട്രയില് 2 പോർട്ടുകളുണ്ട്, ഏതൊക്കെയാണ്? മുംബൈ പോർട്ട് ട്രസ്റ്റും ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റും. ഓക്കെ, അപ്പം തമിഴ്നാട്ടില് 3 പോർട്ടുകളുണ്ട്, കേരളത്തിൽ ഒരു പോർട്ട്, അപ്പൊ 4 എണ്ണമായി. കർണാടകയിൽ ഒരു പോർട്ട്, അത് മാംഗ്ലൂർ ആണ്. ഗോവയില് മർമഗോവ. മഹാരാഷ്ട്രയിൽ 2 പോർട്ടുണ്ട്, അത് മുംബൈ പോർട്ട് ട്രസ്റ്റും ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റും. ഓക്കെ, വെസ്റ്റ് ബംഗാളില് കൊൽക്കത്ത, ഗുജറാത്തില് കാണ്ട്ല, ഒഡീഷയില് പാരദീപ്, ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം. അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലെ പോർട്ടുകൾ എന്ന് പറയുന്നത്, മേജർ പോർട്ടുകൾ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, അത് ഏതൊക്കെ ഭാഗത്ത് നമ്മൾ മാപ്പ് വെച്ച് നമ്മളിത് മനസ്സിലാക്കണം. അപ്പൊ തമിഴ്നാട്ടില് 3 എണ്ണം ഉണ്ട്, 3 പോർട്ടുകളുണ്ട്, അത് ചെന്നൈ, എണ്ണൂർ, തൂത്തിക്കോറിൻ. പിന്നെ കേരളത്തില് എവിടെയാണ്? അത് കൊച്ചിയിലാണ്. കർണാടകത്തില് അത് മംഗലാപുരമാണ് അല്ലെങ്കിൽ മാംഗ്ലൂർ ആണ്. ഗോവയില് ഏതാണ്? മർമഗോവ. മഹാരാഷ്ട്രയിൽ 2 പോർട്ടുകളുണ്ട്, ഏതൊക്കെയാണ്? മുംബൈ പോർട്ട് ട്രസ്റ്റും ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റും. വെസ്റ്റ് ബംഗാളില് കൊൽക്കത്തയുണ്ട്, ഗുജറാത്തില് കാണ്ട്ല ഉണ്ട്, ഒഡീഷ പാരദീപ്, ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം. ഇത്രയാണ് ഇന്ത്യയിലെ പോർട്ടുകൾ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മള് പോർട്ട് എന്താന്ന് നമുക്ക് മനസ്സിലാക്കി, പോർട്ടുകളുടെ തരംതിരിവ് മനസ്സിലാക്കി. മേജർ പോർട്ടുകൾ, മൈനർ പോർട്ട്. മേജർ പോർട്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു മാനേജ്മെന്റിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ മൈനർ പോർട്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് മാനേജ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇന്ത്യയിലെ 9 തീരദേശ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇന്ത്യയിലെ മേജർ പോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തമിഴ്നാടുണ്ട്, കേരളമുണ്ട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നിങ്ങളൊന്ന് ഒന്നുകൂടെ നോക്കുക, ഈ വീഡിയോയിൽ റിപ്പീറ്റ് കാണുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്, അപ്പൊ പോർട്ടിനെ കുറിച്ച് ഐഡിയ കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള പോർട്ടുകളെ കുറിച്ച് നമുക്ക് ഇനി ഒന്ന് പഠിക്കണമല്ലോ, എങ്കിലല്ലേ നമുക്ക് ഇതിനകത്ത് ഉത്തരം ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെയാണ്? കാമരാജർ പോർട്ട് ഉണ്ട്, മുന്ദ്ര പോർട്ട് ഉണ്ട്, വിശാഖപട്ടണം പോർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 3 പോർട്ടുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി നോക്കാം. ആദ്യമായിട്ട് കാമരാജർ പോർട്ട്. ഓക്കെ, കാമരാജർ പോർട്ട് located on the Coromandel coast about 24 kilometers north of Chennai port. ഓക്കെ, ചെന്നൈ പോർട്ടിന് വടക്ക് ഭാഗത്ത് 24 കിലോമീറ്റർ മാറിയാണ് ഏത്? കാമരാജർ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മുൻ പേരെന്ന് പറയുന്നത് എണ്ണൂർ പോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
നമ്മൾ പറഞ്ഞല്ലോ, എന്നോർ പോർട്ടിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നോർ പോർട്ട് തമിഴ്നാട്ടിലാണ്, ഈസ്റ്റേൺ കോസ്റ്റിലാണ്, കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് എന്ത്, കാമരാജർ പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പം എന്നോർ പോർട്ട് തന്നെയാണ് കാമരാജർ പോർട്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ 12th മേജർ പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 12ാമത്തെ മേജർ പോർട്ടാണ് ഏത്, കാമരാജർ പോർട്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കാമരാജർ പോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ചെന്നൈ പോർട്ടിന് 24 കിലോമീറ്റർ വടക്കാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മുൻ പേരെന്ന് പറയുന്നത് എന്താണ്? എന്നോർ പോർട്ട് എന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 12ാമത്തെ മേജർ പോർട്ട് ഏതാണ്? അത് കാമരാജർ പോർട്ടാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കോർപ്പറേറ്റ് പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് പോർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ കാമരാജർ പോർട്ടാണ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് എ മേജർ പോർട്ട് അണ്ടർ ഇന്ത്യൻ പോർട്ട് ആക്ട് 1908 ഇൻ മാർച്ച് 1999. 1999 ഇത് മേജർ പോർട്ടായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ വിച്ച് ഈസ് എ ലിമിറ്റഡ് കമ്പനി. ഓക്കെ, അതാണ് ഇതിനകത്തിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ഒരു ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? കാമരാജർ പോർട്ടാണ്. ഓക്കെ, അപ്പം ഓർത്ത് വെക്കുക, ഇന്ത്യയില് ഒരു ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ പോർട്ട് എന്ന് പറയുന്നത് കാമരാജർ പോർട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. PSCക്ക് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് പോർട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇന്ത്യയിലെ പോർട്ടുകളെ കുറിച്ച്. അപ്പം ഇത് നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്തുനിന്ന് മാക്സിമം പോയിന്റ്സ് നിങ്ങൾ എടുത്ത് പഠിക്കുക. ഓക്കെ, അടുത്ത പോർട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചേക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പോർട്ടാണ് മുന്ദ്ര പോർട്ട്. നമുക്കിനി മുന്ദ്ര പോർട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, മുന്ദ്ര പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് പ്രൈവറ്റ് പോർട്ട്. ഓക്കെ, ഇന്ത്യയിലെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ പോർട്ട് ആൻഡ് ദ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടും ഏറ്റവും വലിയ സ്വകാര്യ പോർട്ടും ഏതാണ്? മുന്ദ്ര പോർട്ടാണ്. ഓക്കെ, ഈ സ്വകാര്യ പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതെന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? മുന്ദ്ര പോർട്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടും ഏതാണ്? മുന്ദ്ര പോർട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ നോർത്ത് ഷോർ ഓഫ് ഗൾഫ് ഓഫ് കച്ച് നിയർ മുന്ദ്ര, കച്ച് ഡിസ്ട്രിക്ട്, ഗുജറാത്ത്. അപ്പൊ മുന്ദ്ര പോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. കച്ച് എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് മുന്ദ്ര പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ അപ്പം മുന്ദ്ര പോർട്ട് എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഏത് ജില്ലയിലാണ്? കച്ച് ഡിസ്ട്രിക്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ പോർട്ടാണ് മുന്ദ്ര പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 33% ഓഫ് ദ ഇന്ത്യസ് കണ്ടെയ്നർ ട്രാഫിക് ഫ്ലോ ത്രൂ ദിസ് പോർട്ട്. അതായത് ഇന്ത്യയിലെ കണ്ടെയ്നറിന്റെ മൂവ്മെന്റ് അതിലെ 30% നടക്കുന്നത് ഏത് പോർട്ട് വഴിയാണ്? മുന്ദ്ര പോർട്ട് വഴിയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ദ കൺട്രീസ് ലാർജസ്റ്റ് കോൾ ഇമ്പോർട്ട് ടെർമിനൽ. അതായത് നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റവും വലിയ തോതില് കോൾ, അതായത് കൽക്കരി നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ടെർമിനൽ കൂടി ഏതാണ്? ഈ മുന്ദ്ര പോർട്ടാണ്. അപ്പം ഏറ്റവും വലിയ സ്വകാര്യ പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് മുന്ദ്ര പോർട്ടാണ്. ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് മുന്ദ്ര പോർട്ടാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, അപ്പം ഇതാണ് മുന്ദ്ര പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇപ്പം ഇതിലും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ വിശാഖപട്ടണം പോർട്ട്. അടുത്ത നമ്മൾ ഓപ്ഷൻസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മൂന്നാമത്തെ പോർട്ടാണ് ഏത്? വിശാഖപട്ടണം പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. ഓക്കെ, പോർട്ടിനെ കുറിച്ച് നോക്കാം. വിശാഖപട്ടണം പോർട്ടിനെ കുറിച്ച് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ ആന്ധ്രാപ്രദേശ്. ഓക്കെ, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വിശാഖപട്ടണം പോർട്ടും എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ, ഓക്കെ, വടക്ക് കിഴക്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദിസ് പോർട്ട് ഈസ് എ നാച്ചുറൽ ഹാർബർ ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് പോർട്ട് ഇൻ ടേംസ് ഓഫ് കാർഗോ വോളിയം. അതായത് ഇതൊരു നാച്ചുറൽ ഹാർബർ ആണ്. ഓക്കെ, അതായത് ഒരു പ്രകൃതിദത്തമായിട്ട് ഉണ്ടാകപ്പെട്ട ഒരു ഹാർബർ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പോർട്ട് കൂടിയാണ്. ദിസ് പോർട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി ഹാഫ് വേ ബിറ്റ്വീൻ ദ പോർട്ട് ഓഫ് ചെന്നൈ ആൻഡ് കൊൽക്കത്ത. നമ്മൾ പറഞ്ഞു ചെന്നൈയിൽ ഒരു പോർട്ട് ഉണ്ട്, അതുപോലെ കൊൽക്കത്തയിൽ ഒരു പോർട്ട് ഉണ്ട്. ഇതിന്റെ രണ്ടിനെയും ഏകദേശം പകുതി ഭാഗത്തായിട്ട്, ഒരു മധ്യഭാഗത്തായിട്ട് വരും ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മളുടെ ആന്ധ്രാപ്രദേശിലെ
വിശാഖപട്ടണം പോർട്ട്. അതുപോലെ തന്നെ ഇന്ത്യസ് ഡീപ്പസ്റ്റ് പോർട്ട് ഹാൻഡിൽസ് ഷിപ്മെന്റ് ഓഫ് അയൺ ഓർ ടു ജപ്പാൻ. ജപ്പാനിലേക്ക് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന വിശാഖപട്ടണം പോർട്ടിൽ നിന്നാണ്. ഇന്ത്യയിലെ ഡീപ്പസ്റ്റ് പോർട്ട്, ഏറ്റവും ആഴമുള്ള പോർട്ട് ഏതാണ്? അത് വിശാഖപട്ടണം പോർട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ അയൺ ഓർ, ഇരുമ്പിന്റെ അയിര്, കൽക്കരി, അലൂമിന, ഓയിൽ, ഇതെല്ലാം ഏതുവഴി ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്? വിശാഖപട്ടണം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ വിശാഖപട്ടണം പോർട്ടിനെ കുറിച്ചുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇത് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാച്ചുറൽ ഹാർബർ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് പോർട്ടാണ്. അതുപോലെ തന്നെ ഡീപ്പസ്റ്റ് പോർട്ടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കൊൽക്കത്തയ്ക്കും ചെന്നൈക്കും പകുതി ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ അതിന്റെ മധ്യഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ച അനുബന്ധ വിവരങ്ങൾ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഇനി ആൻസർ നമുക്ക് കണ്ടെത്താൻ ശ്രമിച്ചാലോ? അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ, കാമരാജർ പോർട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കാമരാജർ പോർട്ട് എവിടെയാണ്? ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നോർ പോർട്ട് എന്നാണ് അതിന് മുൻ അതിന്റെ പേര്. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കാമരാജർ പോർട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ രജിസ്റ്റേർഡ് ആസ് എ കമ്പനി, ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ പോർട്ട് കാമരാജർ പോർട്ട്. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ട്രൂ ആണ് അല്ലെ? ഓക്കെ, രണ്ടാമത്തെ പോർട്ടിനെ കുറിച്ച് പറയാം. മുന്ദ്ര പോർട്ട് ലാർജസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് പോർട്ട് ഇൻ ഇന്ത്യ. അത് ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി അല്ലെ? നമ്മൾ നോക്കുമ്പോൾ ഏതാണ്? മുന്ദ്ര പോർട്ട് ആണ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എന്താണ്? ശരിയാണ്, അതും ട്രൂ ആണ്. ഓക്കെ, മൂന്നാമത്തത് വിശാഖപട്ടണം പോർട്ട് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. അത് നമ്മൾ വായിച്ചതാണല്ലോ, കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതാണ്. ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ഏതാണ്? അത് മുന്ദ്ര പോർട്ട് ആണ് അല്ലെ? നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതല്ലേ? മുന്ദ്ര പോർട്ട് ലാർജസ്റ്റ് പ്രൈവറ്റ് പോർട്ട് ആണ്, ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ആണ്. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫാൾസ് ആണ്. അപ്പൊ രണ്ടെണ്ണം ശരിയാണ് അല്ലെ? അപ്പൊ രണ്ടെണ്ണം ശരി വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. അപ്പൊ ഇതാണ് നമുക്ക് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് പ്രീവിയസ് ചോദ്യം, ഒരു ചോദ്യമാണ് ഒരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മനസ്സിലാകാത്തവർ ഒന്നുകൂടെ കാണുക. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി, താങ്ക് യു.